ദ പ്ലാറ്റ്യൂ ഓഫ് ലേറ്റന്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ഈ ഒരു സൈഡിൽ അതിൻ്റെ എന്ത് ചെയ്യുക, പിക്ചർ കൊടുക്കുക, എന്നിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ടൈം ഇങ്ങനെ പോകും തോറും, അതായത് കുറേ കാലം നമ്മളത് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയി ചെയ്യും തോറും നമ്മളെ റിസൾട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ വരുമായിരിക്കും. ഒരു ലീനിയർ എക്സ്പെക്റ്റേഷൻ ആണ് നമുക്കുള്ളത്. അതായത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്രോത്ത് ഇങ്ങനെ വരും. 100, 200, 300, 400, 500 ഈ ലെവലിലേക്ക് ഇങ്ങനെ കൂടി ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് കൂടി ഇങ്ങനെ പോകുന്നതായിരിക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻ. പക്ഷേ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ആ റിസൾട്ട് കുറച്ച് ഡിലേ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ ഗ്രാഫിൽ നിങ്ങൾ കണ്ടോ, ഇങ്ങനെ ഒരു കർവ്ഡ് ഗ്രാഫ് എന്നിട്ട് നേരെ മുകൾക്ക്. അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ പോവാണ്, നമുക്ക് ആ റിസൾട്ട് ഇങ്ങനെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ ഒരു ഗ്രാഫ് പ്രകാരം, രണ്ടാമത്തെ ഗ്രാഫ് പ്രകാരം, ആക്ച്വലി നടക്കുന്ന ഗ്രാഫ് പ്രകാരം നമുക്ക് എന്തില്ല, ഫസ്റ്റത്തെ ഒന്നും കാണാൻ പറ്റില്ല, പിന്നെ പെട്ടെന്നൊരു പോക്ക് പോവാണ്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റാത്തത്, നമ്മളെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റാത്തൊരു ഏരിയ ഉണ്ടല്ലോ, അതിനെയാണ് മൂപ്പര് വാല്യൂ ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ റിസൾട്ടുകൾ, നമ്മൾ ചെയ്യുന്ന ഹാബിറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ വർക്ക് ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഫസ്റ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് അധികം ആൾക്കാരും ക്വിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു ത്രഷോൾഡ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു റൈസ് ചെയ്യണ വരെയുള്ള ത്രഷോൾഡ് വരെ നമുക്ക് കമ്മിറ്റ് ചെയ്ത് നമ്മൾ ആ ചെയ്യുന്ന ജോലിയിൽ, ആ ചെയ്യുന്ന ടാസ്കിൽ അല്ലെങ്കിൽ ആ ചെയ്യുന്ന ഗോളിൽ കമ്മിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നായിരിക്കും നമ്മുടെ സക്സസ് ഉണ്ടാവുക.